ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയും ഒരു അജണ്ട സെറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ശബരിമലയാണോ വിഷയമെന്ന് ചോദിച്ചാൽ അറിയില്ല. വികസനമാണോ എന്ന് വിഷയം ചോദിച്ചാൽ CPMകാർ ഒന്നടങ്കം പറയും അത് തന്നെയാണ് വിഷയമെന്ന്. അവർ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പരസ്യങ്ങളിലൂടെ അവർ വികസനമാണ് അജണ്ട, വികസനമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്, അതിലൂടെ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ, വർഗീയ ധ്രുവീകരണം അടക്കമുള്ള വിഷയങ്ങൾ ഒന്നും ചർച്ച ചെയ്യേണ്ടതില്ല എന്ന സന്ദേശവും നൽകുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഒരൊറ്റ അജണ്ട അതേതാണ് എന്ന് പറയാൻ കേരളത്തിലെ വോട്ടർമാർക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. നിഷാദ്, എന്തു തോന്നുന്നു? കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഒരു വിഷയം മാത്രമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ ഭരണം പൂർത്തിയാക്കിയ ഒരു സർക്കാരിനെതിരെ ഭയങ്കരമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രതിപക്ഷം എന്ന് നമുക്കറിയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സർക്കാരിനെതിരെ ഒരു അജണ്ട സെറ്റ് ചെയ്യേണ്ടത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാണ്. കാരണം സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അതിന്റെ പരമാവധിയിൽ കൊണ്ടുവരിക, ആ പരമാവധിയിൽ കൊണ്ടുവന്ന അതേ സംഗതികൾ മാത്രം അന്തരീക്ഷത്തിൽ നിലനിർത്തുക, അത് ഈ പറയുന്ന TV ഡിബേറ്റുകളിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം അത് തന്നെ നിലനിർത്തുക, എപ്പോഴും അത് പറയാൻ കഴിയുന്ന കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നത് അതിൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണല്ലോ. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ആ ഏരിയ കുറച്ച് സൈലന്റ് ആയതുപോലെ തോന്നുന്നുണ്ട്. കഴിഞ്ഞ ഒരു 3-4 ആഴ്ചയായിട്ട് നമ്മളോട് പല കുറി പറഞ്ഞതുപോലെ സർക്കാർ ആ കാര്യത്തിൽ കുറച്ചൊന്ന് അഡ്വാൻസ് ചെയ്തു. കാരണം സർക്കാരിന് അതിന് കഴിയും വിധത്തിൽ സർക്കാരിൻ്റെ കയ്യിൽ പവറുണ്ട്, അതിൻ്റെ കൂടെ പൈസയുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നു. ഭരണ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ്. ഞങ്ങൾ ക്ഷേമ പരിപാടികൾ നടപ്പിലാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ആളുകളുടെ ബൈയിങ് കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട്, ആളുകളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ എന്തൊരു വലിയ വൻകിട പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങൾ ഹൈവേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവയെല്ലാം പരമാവധിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും സർക്കാരിന് മാത്രം ഒരു ഡോമിനൻസ് ഈ നരേറ്റീവിൽ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം കഴിഞ്ഞ ഒരു 3 ആഴ്ചത്തെ ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും സംസാരിക്കും, അജിംസൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് സോഷ്യൽ മീഡിയ നിങ്ങളിപ്പോൾ തുറന്നാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മുഴുവൻ അതിലും സർക്കാർ സ്പെൻഡ് ചെയ്ത് തന്നെ ആയിട്ട്. ഇപ്പോൾ വിദേശത്ത് നിന്നൊക്കെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നിട്ട് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം എന്തുമാത്രം അടിപൊളിയാണ്, അല്ലെങ്കിൽ വിദേശത്തുള്ള മലയാളികൾ പറഞ്ഞു കേരളത്തിലെ ഹെൽത്ത് സെക്ടർ എന്തുമാത്രം അതിഗംഭീരമാണ് എന്ന് പറയുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട സംഗതികൾ മാത്രം നിരന്തരമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു. അപ്പോൾ ആരാണ് ഒരു വിസിബിലിറ്റി ഫാക്ടർ ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ആരുടെ വിഷയം, ആര് ഉയർത്തുന്ന വിഷയം, ആര് പറയുന്ന പ്രശ്നം, അതാണ് ഉയർന്ന് കേൾക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനകത്ത് സർക്കാരിന് ഇപ്പോൾ ആശ്വാസകരമായ ഒരു സംഗതി ഉണ്ടായിരുന്നു ഇന്ന് വരെ. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കണ്ണൂരിലെ ഡെവലപ്മെൻറ്റ്സിന് സർക്കാർ ഉത്തരം പറയേണ്ടി വരും, അത് വേറെ കാര്യമാണ്. പക്ഷേ അജണ്ട തീരുമാനിക്കുന്നിടത്ത് ഇന്ന് രാത്രി വരെ സർക്കാരിന് ഒരു എഡ്ജ് ഉണ്ടായിരുന്നു എന്നതാണ് ഞാൻ കാണുന്ന കാര്യം. അതിനകത്ത് കോൺഗ്രസിന് ഒരു വിഷയം, അവരുടെ വിഷയം ശബരിമല അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നിപ്പോൾ അവർ ഒരു പത്രങ്ങളിൽ പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പത്രങ്ങളിലെ പരസ്യത്തിന് പോലും ഒരു ഫോക്കസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ഫോക്കസ് ഇല്ല. സ്വർണ്ണക്കൊള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ അഴിമതി, ദുർഭരണം പോലെയൊക്കെയുള്ള പൊതുവായ ഒരു ചെതറിയ വാക്കുകൾ കൊണ്ട് ഒരു ഫോക്കസ് ഇല്ലാത്ത, ഒരു പവർ ഇല്ലാത്ത, ഒരു പവർ പാക്കഡ് അല്ലാത്ത പരസ്യമാണ് ഇന്നത്തെ പത്രങ്ങളുടെ പ്രധാന പേജിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഏതിൽ ഊന്നിയിട്ടാണ്, ഏത് കമ്പിയിൽ ചുറ്റിയാണ് ഈ പരിപാടി അവർ കറക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവ് പോലെ തോന്നുന്നു. എന്ന് മാത്രവുമല്ല, നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ കളം നിറഞ്ഞ് കളിക്കേണ്ട സമയത്ത് അവർ ഈ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്ഥാനാർത്ഥികളെ മുഴുവൻ ഫീൽഡ് ചെയ്യുകയും സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ടവർ നിരന്തരമായി രാഷ്ട്രീയവും ഭരണവിരുദ്ധതയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയത്ത് അത് ആ ഏരിയ അവർ ലാക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അവർ ലക്കിയാണ്. ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ പോലും ഹൈക്കോടതി ഇടപെട്ട് നോക്കിയിട്ട് സ്വർണ്ണത്തിൽ ചില പ്രശ്നമുണ്ടല്ലോ, അന്വേഷിക്കണം, SIT വേണമെന്ന് പറഞ്ഞു സർക്കാർ SIT വെക്കുന്നു. പത്മകുമാർ അകത്ത് പോകുന്നു, അവർക്കൊരു ഗോൾഡൻ ചാൻസ് കിട്ടുന്നു, അവരതിനെ പ്രയോജനപ്പെടുത്തുന്നു. ഇപ്പോഴും അവർ കുറച്ച് വീക്കായിരിക്കുമ്പോൾ TK ഗോവിന്ദൻ വന്ന് വാർത്താ സമ്മേളനം നടത്തുകയാണ്, ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന മൊത്തം പ്രശ്നമാണ്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും, അവർക്ക് അമ്പലപ്പുഴ കണക്ട് ചെയ്യാൻ പറ്റും, പയ്യന്നൂർ കണക്ട് ചെയ്യാൻ പറ്റും, തളിപ്പറമ്പ് കണക്ട് ചെയ്യാൻ പറ്റും. അത് എൻഗാഷ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനകത്ത് ഇപ്പോഴും പൂർണ്ണമായും, അതായത് അജണ്ട ഉണ്ടാക്കുന്നതിൽ, മുദ്രാവാക്യം ഉണ്ടാക്കുന്നതിൽ, തെരഞ്ഞെടുപ്പ് വിഷയം ഉണ്ടാക്കുന്നതിൽ ഇപ്പോഴും പൂർണ്ണമായിട്ടും കോൺഗ്രസിൻ്റെ സംവിധാനം മൊത്തം ഇന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കോൺഗ്രസ് എപ്പോഴും ലക്കിയാണ്, അവർക്കുള്ള വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.